നാടെങ്ങും കുറുവാ സംഘത്തിന്റെ മോഷണ പരമ്പരയുടെ കഥകളാണ് പ്രചരിക്കുന്നത്. ഇത് സത്യമോ അസത്യമോ? എന്തായാലും ഈ ദൃശ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളും ഇനി കാണാൻ പോകുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളാണ്. ഇതൊന്നും സത്യമല്ല. മുമ്പ് എവിടെയോ നടന്ന മോഷണങ്ങളുടെ ദൃശ്യങ്ങളാണ് ഈ പ്രചരിക്കുന്നത്. പാറക്കല്ല് തലയിൽ ചുമന്നു കൊണ്ടുവന്ന് കതക് പൊളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിതിൽ കാണാവുന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കുറുവാ സംഘത്തിന്റെ ആക്രമണങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇതാ ഇവിടെ നോക്കൂ, കുറുവാ സംഘത്തിന്റെ വേഷം കെട്ടി ഇങ്ങനെയാണ് കുറുവാ സംഘം മോഷ്ടിക്കുന്നതെന്ന് കാണിക്കുന്ന വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിച്ചാൽ അവയ്ക്കെതിരെ പോലീസ് നടപടികൾ ഉണ്ടാകും. ഇത്തരം വീഡിയോകൾ പ്രചരിക്കുമ്പോൾ ജനങ്ങൾ ഭീതിയിലാവുകയും മാനസികമായി അവർ ഏറെ തളരുകയും ചെയ്യും. കുറുവാ സംഘത്തിന്റെ പേരിൽ മറ്റുള്ള മോഷ്ടാക്കൾ യഥേഷ്ടം മോഷ്ടിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നു. രാത്രികാലങ്ങളിൽ എന്ത് ഒച്ച കേട്ടാലും ആളുകൾ പുറത്തിറങ്ങാതെയാകും. ഇന്നിപ്പോൾ കൊച്ചിയിലെ കുണ്ടന്നൂരിൽ നിന്നും കുറുവാ സംഘം എന്നറിയപ്പെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുതന്നെ എറണാകുളത്തെ പരവൂരും ആലപ്പുഴയിലും ഹരിപ്പാടുമൊക്കെ സമാനമായ മോഷണ പരമ്പരകൾ നടന്നിട്ടുണ്ട്. ജനങ്ങൾ അത്രയധികം ഭീതിയിലാകേണ്ട കാര്യമില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അപ്പാടെ വിഴുങ്ങാതെ സ്വയം ഒന്ന് ഉണരുക. ഇത്തരത്തിൽ മോഷണങ്ങൾ ഉണ്ടാവാം. അത് തടയാനുള്ള മുൻകരുതലുകൾ നടത്തി മുന്നോട്ട് പോകുക. ഭയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഒച്ചയും അനക്കവും കേട്ടാൽ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ട അയൽപക്കക്കാരുടെയോ പോലീസിന്റെയോ ഒക്കെ നമ്പർ നമ്മൾ കരുതുക.